നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഡാളസ് ഉൾപ്പെടെ നോർത്ത് ടെക്സസിന്റെ പല ഭാഗങ്ങളിലും ശീതകാല കൊടുങ്കാറ്റ് വീശിയടിച്ചതിനെ തുടർന്ന് ശക്തമായ ഐസ് മഴ പെയ്യുകയാണ്. ജനജീവിതം സ്തംഭിച്ചു. റോഡ് ഗതാഗതം താറുമാറായി. വിമാന സർവീസുകൾ റദ്ദാക്കി. ചൊവ്വാഴ്ച ശീതക്കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങിയതിനാൽ ടെക്സാസിന്റെ പടിഞ്ഞാറൻ മേഖല മുഴുവൻ വെസ്റ്റ് വെർജീനിയ വരെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച വരെ പല പ്രദേശങ്ങളിലും കൊടും തണുപ്പിന് കാരണമാകുന്ന മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്ന് ഫെഡറൽ കാലാവസ്ഥാ പ്രവചന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ കാലാവസ്ഥ തന്നെ തുടർന്ന് 2 ദിവസങ്ങൾ കൂടി തുടരുമെന്നും പറയുന്നുണ്ട്. ടെക്സസിലെ ഓസ്റ്റിനിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് നിരവധി വാഹന കൂട്ടിയിടികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. നോർത്ത് ടെക്സസിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പുറപ്പെടുവിപ്പിച്ച വിന്റർ സ്റ്റോം മുന്നറിയിപ്പ് വ്യാഴാഴ്ച രാവിലെ വരെ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സാധ്യമെങ്കിൽ വീടുകളിൽ കഴിയാൻ ആളുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്ന് രാവിലെയും നഗരത്തിലെ പല തെരുവുകളിലും മഞ്ഞു മൂടിക്കിടക്കുകയാണ്. കനത്ത മഞ്ഞുമഴയാണ് ഇവിടെ പെയ്യുന്നത്. അപകടകരമായ അവസ്ഥ തുടർന്നുള്ള 2 ദിവസവും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂരിഭാഗം ജില്ലകളിലും സ്കൂളുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നഗരത്തിലെ ജോലിക്കാർ പ്രധാന റോഡുകളിലും കവലകളിലും മണലും ഉപ്പും കലർന്ന മിശ്രിതം ഇറക്കി വയ്ക്കുന്നത് തുടരുന്നു. എന്നാൽ കാലാവസ്ഥ ചൂടുപിടിക്കുന്നതുവരെ റെസിഡൻഷ്യൽ തെരുവുകൾ മഞ്ഞുപാളികളായിരിക്കുമെന്ന് തീർച്ചയാണ്. കോടതിയും എല്ലാ വിനോദ കേന്ദ്രങ്ങളും ചൊവ്വാഴ്ച അടച്ചു. കൂടാതെ റോഡിന്റെ മോശം അവസ്ഥ കാരണം മാലിന്യങ്ങളും പുനരുപയോഗ ശേഖരണവും റദ്ദാക്കി. ഡാളസ് ടൗൺ ലൈബ്രറി 250 കിടക്കകളുള്ള അഭയ കേന്ദ്രം ചൊവ്വാഴ്ച തുറന്നിട്ടുണ്ട്. താൽക്കാലിക ഭവനരഹിതർക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാം. റോഡുകൾ വളരെ അപകടകരമാണ്. റോഡുകളിൽ പോകുന്നവരുടെ നിരവധി അപകടങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതിനാൽ കഴിയുമെങ്കിൽ ദയവായി വീട്ടിൽ തന്നെ തുടരുക, സുരക്ഷിതമായിരിക്കുക. ഫോർട്ട് വർത്തിന്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. നോർത്ത് ടെക്സസിൽ ശീതകാല കൊടുങ്കാറ്റ് കാരണം മഞ്ഞു മൂടിയ അവസ്ഥയാണ്. അതിനാൽ ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് നഗരത്തിന്റെ അസിസ്റ്റന്റ് എമർജൻസി മാനേജ്മെന്റ് കോർഡിനേറ്റർ ട്രാവിസ് ഹൂസ്റ്റൺ പറഞ്ഞു. യുഎസിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള വ്യാപകമായ മഞ്ഞുവീഴ്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി 1700-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായാണ് റിപ്പോർട്ട്. മഞ്ഞുവീഴ്ചയെ തുടർന്നുണ്ടായ അപകടത്തിൽ 2 ടെക്സാസ് നിയമ ഉദ്യോഗസ്ഥർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.